രമാദേവിയുടെ കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ നമ്മുടെ നരി പൊക്കിയിട്ടുണ്ട്. പക്ഷെ രമാദേവി കിടന്ന് അഭിനയിച്ച് തിമിർത്ത് മടുക്കുകയാണ് അവിടെ കിടന്ന്. എന്താ, അയ്യോ ഞാൻ എങ്ങനെ ചെയ്യോ, ഞാൻ നിന്റെ അടുത്ത് പറയാതെ എന്തെങ്കിലും കാര്യം ആലോചിക്കുമോ എന്നൊക്കെ. പക്ഷെ നല്ല വൃത്തിയായിട്ട് നരിക്ക് മനസ്സിലാവുന്നു രമാദേവി എന്ത് ചെയ്യാണ്, കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കിനി പണി വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന്. കല്യാണിയും മഹിയും ശരിക്കും ഇന്ന് അവരുടെ റൊമാൻസ് വേറെ ലെവലായിരുന്നു. കല്യാണിക്ക് മഹിയുടെ അടുത്ത് ഇഷ്ടം തന്നെയാണ്. അത് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വളരെ എവിഡൻ്റ് ആണ്. കാരണം കല്യാണി പറയുന്നുണ്ട് എൻ്റെ കൂടെ എന്നും നിങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവസാനം സങ്കടമാവോ സന്തോഷമാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തെങ്കിലും ആ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്ന നിമിഷം നിങ്ങൾക്ക് സന്തോഷമാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയുന്നത് കറക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പ്രണയമാണ് എന്ന് പറയാതെ പറയുന്നുണ്ട്. മഹി താൻ എന്ത് മാങ്ങാത്തോലിയാണോ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പ്രണയം തന്നെയാണ് കല്യാണിക്കും ഇവനോട് മഹിയോട് പ്രണയം തന്നെയാണ്. മിക്കവാറും മഹി എന്തെങ്കിലും ഈ സംഭവം തുറന്ന് പറയുമ്പോഴത്തേക്കും കല്യാണി പണ്ട് എന്താ പറയുക, കല്യാണി യഥാർത്ഥത്തിൽ ഇവനെ നോട്ടൗട്ട് വെച്ചിരുന്നതായിരുന്നു എന്നൊരു ലെവലിലായിരിക്കും എപ്പിസോഡ് വരാൻ പോകുന്നത്. അല്ലാതെ കല്യാണി ഞെട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഇത്രയും ഉദാഹരണങ്ങൾ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് കല്യാണിക്ക് മനസ്സിലാവും, എന്താ മനസ്സിലായിട്ടുണ്ടാവും, എന്നേ മനസ്സിലായിട്ടുണ്ടാവും പ്രേമം തന്നെയാണെന്നുള്ളത്. മിക്കവാറും റിവീലിംഗ് എപ്പിസോഡിൽ ആ സാധനം തന്നെയായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്. ഐശ്വര്യയും നമ്മുടെ അർജുനും കൂടി, ഐശ്വര്യയാണ് പ്രധാന പ്രശ്നം. ഐശ്വര്യക്ക് ചിന്നുവിനെയും ആ തള്ളയും കൂടെ ഇവിടെ നടിച്ചിറക്കണം. ഇല്ലെങ്കിൽ ചിന്നു ഇവിടുത്തെ റാണിയും ഞാൻ ഇവിടുത്തെ വേലക്കാരിയാവും. കാരണം മഹിയായിട്ട് തലയൊക്കെ തോർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് വെള്ളത്തിൽ തള്ളിയിട്ടിട്ട്. ഇന്നലെ എന്ത് ചെയ്തു, ചിന്നുവിനെ വെള്ളത്തിൽ തള്ളിയിട്ടു, ചിന്നു ഇന്ന് മഹിയെ വെള്ളത്തിൽ തള്ളിയിട്ടു. അപ്പൊ ഇവളവിടെ നടിച്ച് വെളിയിലാക്കിയില്ലെങ്കിൽ എനിക്ക് പാരയാകും എന്ന സാധനം ആർക്ക്, ഐശ്വര്യക്ക് മനസ്സിലാവുന്നുണ്ട്. ചന്ദ്രാമ്മയും ജയരാമനുമായിട്ട് ഇവർ തമ്മിൽ എന്താണ് സംബന്ധം ഉറപ്പിക്കുകയാണ്. ആരുടെ സംബന്ധം, നമ്മുടെ മഹിയുടെയും കല്യാണിയുടെയും കൂടെ കേസ് പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ട്. ജയിലിലെ സീൻസിനാണ് കൂടുതൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് വരുന്നത്. ജയിലിൽ രാധാകൃഷ്ണനുമായിട്ട് ബേസ് ചെയ്ത് എന്തോ ഒരു കഥ വരാനിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ഈ രാധാകൃഷ്ണന് ഈ രമാദേവിയായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ചെമ്പരത്തി 2 എപ്പിസോഡ് 132 ഏപ്രിൽ 14 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നരി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈ പറയുന്ന രമാദേവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളവിടെ പോയിരുന്നോ, ചേച്ചി പോയില്ല എന്ന് പറയുന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നെ മറച്ചു വെച്ച് ചേച്ചി ഒന്നും ചെയ്യൂലെന്നാണ് എൻ്റെ വിശ്വാസം. പറയുമ്പോൾ ഞാൻ എന്തിനു പോകണം, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, പിന്നെ ഞാൻ എന്തിനാ പോവേണ്ടേ എന്നുള്ള ലെവലിൽ രമാദേവി മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് നരി, പിന്നെ എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാത്തുള്ള നിനക്കാണ്. നമ്മുടെ ഐശ്വര്യ ഇളവദേശത്തുള്ള തറവാട്ടിലാണെന്നൊക്കെ പറഞ്ഞുള്ളത് തന്നെ ഒന്നുകൂടെ തിരക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പം നരി മനസ്സിൽ കളവി ഇവിടെ CID ഏർപ്പാടാക്കിയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്ന എന്ന് പറഞ്ഞു. അപ്പം നരിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്താണ് ഇവർ പറയുന്നതും കള്ളമാണ്, ഇവർ പോയതും കള്ളമാണ്, വന്നതും കള്ളമാണെന്ന്. അപ്പം രമാദേവി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്താ നീ എന്നെ അവിശ്വസിക്കുകയാണെന്നാണ് ഇപ്പം നീ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്റെ പരിചയക്കാരൻ ആരോ എന്നെ കണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അവിശ്വസിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നരിയെ അങ്ങനെയല്ല ചേച്ചി, ഞാൻ ചോദിച്ചതാണ്, ക്ലിയർ ആക്കാൻ ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നരിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. അപ്പം ഇനി എന്തായാലും നരി ഇവരെ മിക്കവാറും ഒന്ന് മാറി നിന്ന് വീക്ഷിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അടുത്ത് ചിന്നുവിനെ വെള്ളത്തിൽ തള്ളിയിട്ട കേസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്നു തിരിച്ചു കയറുന്നുണ്ട്, ചന്ദ്രാമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു കയറി മഹിയെ തള്ളിയിടുന്നുണ്ട്. പിന്നെ ജയിലിലെ സീൻസാണ് ഞാൻ പറഞ്ഞല്ലോ. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പുതിയൊരു ജയിൽ പുള്ളിയെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അയാൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അയാളെ ആരൊക്കെയോ കുരുക്കാൻ നോക്കുന്നുണ്ട്, കേസ് എടുക്കാൻ വക്കീലില്ല, ഏത് വക്കീലെടുത്തു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്താണെന്ന് പറയുമ്പോൾ ശിവദാസൻ പറയുകയാണ് നമുക്ക് മഹിയുടെ അടുത്ത് പറയാം, മഹി എന്ന് പറഞ്ഞൊരു വക്കീലുണ്ടെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, അയാളെ ജീവൻ കൂടെ ആപത്തിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഈ രാധാകൃഷ്ണൻ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു സാധനം ഇല്ലാതെ അയാളെ ജയിലിൽ കൊണ്ടുവന്നിട്ട നാൾ മുതൽക്ക് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. അയാൾക്ക് കൂടുതലൊരു ഇമ്പോർട്ടൻസ്. ഇനി പിന്നീട് കാണിക്കുന്നതാണ് നമ്മുടെ ചിന്നുവും മഹിയും കൂടി എന്ത് ചെയ്യുന്നു, മഹി ഇങ്ങനെ തണുത്ത് വേറെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെള്ളത്തിൽ നിന്ന് തിരിച്ച് കയറിയിട്ട്. പിന്നീട് കല്യാണി എന്ത് ചെയ്യുന്നു, തലയിൽ ഡ്രസ്സൊക്കെ മാറി തലയിലൊക്കെ കെട്ടി അടുത്ത് വരുന്നപ്പോൾ എൻ്റെ തലയിൽ തോയ്ക്കത് ഇങ്ങനെ വിറച്ചിരിക്കുന്നത്, താൻ തുടയടോ, ഇല്ല ഞാൻ തുടക്കത്തില്ല, നീ തുടച്ചു തന്നാലേ ഞാൻ തുടക്കുള്ളൂ, നീയല്ലേ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടത്, ഞാൻ പിന്നെ തുടയ്ക്കാൻ പോകണം, ഞാനപ്പോൾ ഇവിടെ ഇരുന്ന് പനി പിടിച്ച് ടൈഫോയിഡ് വന്ന് ന്യൂമോണിയ വന്ന് ഞാൻ അവിടെ മരിച്ച് പോട്ടെ, കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞ് ചിന്നു അങ്ങ് മാറി നിൽക്കുകയാണ്. എടോ
ഞാൻ ചെയ്ത സഹായങ്ങളൊന്നും വിളിച്ചു പറയണ ശരിയല്ല, ഞാൻ അങ്ങനെ വിളിച്ചു പറയണ ആളുമല്ല. പിന്നെ തന്നെ ഞാൻ അന്ന് അങ്ങനെ ഹെൽപ്പ് ചെയ്തില്ലേ, പിന്നെ ഞാൻ ചെയ്ത സഹായം പറയുന്ന ആളെ അല്ല, തന്നെ ഞാൻ കാറിൽ കൊണ്ടുവന്നില്ലേ, ഞാൻ ചെയ്ത സഹായം പറയുന്ന ആളല്ല, തൻ്റെ അച്ഛനെ ജയിലിൽ നിറക്കി കോടതിയിൽ വാദിച്ചില്ലേ, ഞാൻ ചെയ്യുന്ന കാര്യം പറയാം, തൻ്റെ കൂടെ ഞാൻ നാട്ടിൽ വന്നില്ല, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കല്യാണി, താനിനി എന്താണോ പറയാൻ ബാക്കിയുള്ളത്, മുഴുവൻ സഹായവും ഞാനൊന്നും പറയില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം താനിപ്പോൾ വിളിച്ച് പറഞ്ഞല്ലോ എന്ന് കല്യാണി ചോദിക്കുകയാണ്. അപ്പോഴും മഹിയുടെ കല്യാണിയുടെ ഒരു അന്നേരത്തെ ഒരു കോമഡി സാധനമുണ്ട്, നല്ല ലെവലാണ്. പിന്നെ ഇവർ തല തോർത്ത്, അപ്പം തനിക്കിപ്പോൾ എന്തോന്ന് വേണം, ഞാൻ തല തോർത്ത് തരണം, അത്ര ചിലക്കണ്ട, താനൊരു മൂത് കോഴിയാണെന്ന് കണ്ടാൽ തന്നെ അറിയും, ഞാൻ ഇത്തിരി സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ താൻ എൻ്റെ അടുത്ത് വീണ്ടും പ്രേമമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് തല തോത്തിയിട്ട് വീണ്ടും വഴക്കൂടുകയാണ്. അങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ്, അപ്പം ഞാനപ്പോൾ അങ്ങനത്തെ ആളാണല്ലേ, മനസ്സിലായപ്പോൾ ചിന്നു പറഞ്ഞ അങ്ങനെയൊന്നും അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്, പിന്നെ നമ്മളെ വിട്ടുപോകില്ലെന്നുള്ള ആൾക്കാരുടെ അടുത്തല്ലേ നമുക്ക് എന്തും പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവസാനം ഇത് എവിടെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സന്തോഷമാണോ വേദനയാണോ തരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഭഗവാൻ തീരുമാനിക്കട്ടെ, എന്തായാലും ആ ദിവസം നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മനസ്സിലാവാത്തത് കൂടി മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത് കൂടി ഒരു പക്ഷേ മനസ്സിലാവാത്തതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ താൻ അത് വാങ്ങാത്ത പോലെ ആടോ പറയുന്നത്. അവിടെയാണ് വളരെ വ്യക്തമായിട്ട് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുന്നത്, കല്യാണി ഈ പറഞ്ഞ കണക്ക് ഇവൻ്റെ അടുത്ത് ഇഷ്ടം പറയാതെ പറയുന്നുണ്ട്, അതാണ് സാധനം. എന്നിട്ട് മഹിയും ചിന്നുവും നല്ല ചേർച്ചയുണ്ടെന്ന് ജയരാമനും ചന്ദ്രലേഖയും കൂടെ കിച്ചണിൽ നിന്ന് പറയുന്നുണ്ട്. ചന്ദ്രലേഖയും ഇത് ജയരാമനോട് ഈ സാധനം കാണുന്നുണ്ട്. ഐശ്വര്യയും അർജുനും കൂടെ ഇത് കണ്ടുകൊണ്ട് വരികയാണ്, തല തോർത്തി കൊടുക്കുന്നതും തോർത്ത് പിടിയും വലി ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹളങ്ങളൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ട് രണ്ടുപേരുടെ ഏറ്റവും പരദൂഷ്ടം ഐശ്വര്യയാണ്. ഇങ്ങനത്തെ കൾച്ചറൽ പീപ്പിൾസിന്റെ കൂടെ ഇങ്ങനത്തെ നാടോടികളായ അവരുടെ കൂടെയാണ് നിങ്ങളുടെ അനിയൻ നടക്കേണ്ടത് സാർ. ഞാൻ ചോദിക്കട്ടെ, ഇവളാര്, ഇവളെവിടെ നിന്ന് കയറി വന്നവള്, കള്ളത്തരം പറഞ്ഞ് ഈ വീട്ടിൽ കയറിയ വന്നവളാണ് അവരെ പറ്റി പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു സ്റ്റേറ്റസ് നോക്കണ്ടേ, എന്തിനും നിങ്ങളുടെ അനിയനെ കൂടി ഇങ്ങനെ നാണക്കേട്, സാറിനെ കൂടി നാണക്കേട്, സാറിന് അതിന് ഇതിന് ഭൂലോക കള്ളിയെ പിടിച്ച് തലയിൽ വെച്ച് സാറിന് ഒരു നാണക്കേടുമില്ല. ഇനിയിപ്പോൾ അനിയനാണ് കുഴപ്പം കേട്ടോ. ഞാൻ അതാണ് ആലോചിക്കുന്നത്. അവൻ തിരിഞ്ഞ് നീയും എങ്ങനെ ഈ വീട്ടിൽ കയറി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്ന് ഐശ്വര്യ അവിടെ തീർന്ന്. പക്ഷെ ഐശ്വര്യ പറഞ്ഞ് ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞ കേൾക്കുക അമ്മയാണ് ഇവരെന്ന് പറഞ്ഞ് ഈ ജോലിക്കാരെയൊക്കെ വിളിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവസാനം ജോലിക്കാരെ കുടുംബത്തിൽ കയറും എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ആക്കിയിട്ട് പിന്നീട് ഐശ്വര്യ ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കണം. ഇവളെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും, ഇവൾ ഇവിടുത്തെ റാണിയും ഞാൻ ഇവിടുത്തെ തോഴിയായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. കൊള്ളാം, കുഴപ്പമില്ല, എല്ലാ പാർട്ടിനും ടച്ച് ചെയ്ത് പോയി. നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇനിയിപ്പോൾ നാളെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടോ എന്തോ കണ്ടറിയണം. നാളെ വിഷു ആണ്, എല്ലാവർക്കും വിഷുദിന ആശംസകൾ ഇൻ അഡ്വാൻസ്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂവും വിവരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ചെമ്പരത്തി കുറച്ചൊന്നും ലാഗാവുന്നില്ല ഒരു പൊടിക്ക്? കാരണം കണ്ടു തന്ന സാധനം തന്നെയാണ് വീണ്ടും ലൂപ്പായിട്ട് വരുന്നത്. കഥയിലൊരു ചേഞ്ച് വരുന്നില്ല, കോൺസ്റ്റന്റ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരു ചേഞ്ച് വരണ്ടേ, പ്ലോട്ട് ചേഞ്ച് വന്നാലേ കാണാൻ രസം ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.